നമസ്കാരം. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടത്തിയിരിക്കുന്ന ഒരു ഭരണഘടനാ ലംഘനം, അല്ലെങ്കിൽ ഇവിടുത്തെ മലയാളികളിലെ ഓരോരുത്തരുടെയും പ്രൈവസിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനം ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്നുമല്ല, കേരളത്തിലുള്ള പെൻഷൻകാർ, അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർ, ഇവരുടെ എല്ലാം മൊബൈലുകളിലേക്ക് ശ്രീ പിണറായി വിജയൻ്റെ വകയായിട്ടൊരു സന്ദേശം ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഏകദേശം ഒരു 70 ലക്ഷം പേരിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്നുള്ളതാണ് പൊതുവായിട്ട് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായ ഭരണഘടനാ ലംഘനമാണ്, നിയമവിരുദ്ധ പ്രവർത്തനമാണ്, ഒരു വ്യക്തിയുടെ റൈറ്റ് ടു പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റമാണ്, അത് വയലേഷനാണ്, അത് ശരിക്കും പറഞ്ഞ ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. അങ്ങനെ ചെയ്യാനായിട്ട് ഒരു ഭരണാധികാരിക്ക് എന്താണ് അവകാശിച്ചിരിക്കുന്നത്? അത് ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അതായത് ഒരു ഭരണത്തലവൻ അല്ലെങ്കിൽ ഒരു സംസ്ഥാന സർക്കാരിന് ഏതെങ്കിലും വ്യക്തികളുടെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെയോ ഒരു വിഭാഗത്തിൻ്റെയോ ഏതെങ്കിലും ഡാറ്റാസ് കളക്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് എന്താവശ്യത്തിന് കളക്ട് ചെയ്യുന്നു എന്നുള്ളത് വെളിപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്താവശ്യത്തിന് കളക്ട് ചെയ്തോ ആ ആവശ്യത്തിന് മാത്രമേ അത് ഉപയോഗിക്കാനും പാടുള്ളൂ. അതല്ലാതെ മറ്റൊരു രീതിയിൽ അവർക്ക് അധികാരമുണ്ട് എന്ന് കരുതിക്കൊണ്ട് അങ്ങനെ ഉപയോഗം ചെയ്യാനുള്ള ഒരവകാശവും ഇന്ത്യൻ ഭരണഘടന പറയുന്നില്ല. കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ ഓരോ വ്യക്തികൾക്കും അവർക്കൊരു റൈറ്റ് ടു പ്രൈവസി പറഞ്ഞിട്ടുണ്ട്. അത് ആ വ്യക്തിയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. മറ്റാർക്ക് യൂസ് ചെയ്യാനുള്ള അവകാശങ്ങളില്ല. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് മൊബൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റിയാണ്. അത് സാധാരണ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡുകളേക്കാൾ കൂടുതൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഐഡൻറ്റിറ്റി വെളിപ്പെടുന്ന ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത്. അത് നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡ്, ഇത്തരം പല സംഭവങ്ങളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് നമ്മുടെ മൊബൈൽ നമ്പർ നിൽക്കുന്നത്. അപ്പം നമ്മുടെ മൊബൈൽ നമ്പർ മറ്റൊരാൾക്ക് ഒരു കാരണവശാലും അത് അനധികൃതമായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഓരോ വ്യക്തികളും ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ വ്യക്തികളുടെ പേഴ്സണൽ ഡാറ്റാസ് ഒരു കാരണവശാലും അത് പുറത്തേക്ക് പോകാൻ പാടില്ല. നമുക്കറിയാം, നേരത്തെ തന്നെ സ്പ്രിംഗ്ലർ ഇടപാടിനകത്ത് കുറേയധികം നമ്മുടെ മലയാളികളുടെ ഡാറ്റാസ് പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞ് അമേരിക്കൻ കമ്പനിക്ക് കൊടുത്തു എന്ന് പറയുന്നത്. അതും ഈ പിണറായി വിജയൻ്റെ മകള് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയുടെയാണ്. അതിനകത്ത് കോടികളുടെ തിരിമറിയെ പറ്റിയൊക്കെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല അത് പൊതുമണ്ഡലത്തിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിരുന്നു. പക്ഷേ അത് വേണ്ടത്ര ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നില്ല എന്ന് മാത്രമാണ്. ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ ചെയ്തിരിക്കുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എത്ര വലിയ ഗൗരവതരമായ ക്രിമിനൽ കുറ്റമാണെന്നറിയുമോ? ഇത് ഇന്ന് ഹൈക്കോടതി തന്നെ ഇത് ശക്തമായിട്ട് ഇത് ചെയ്ത് തെറ്റായി പോയി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് അവൻ്റെ കേസ് വെച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അന്നറിയാം ഇതിനകത്തുള്ള സംഭവങ്ങൾ. ഇപ്പോൾ ഇതിനോടകം 70 ലക്ഷം പേരുടെ കയ്യിലേക്ക് ഈ മെസ്സേജ് ചെന്നിട്ടുണ്ട്. ഈ നമ്മുടെ കേരളത്തിൽ ഏകദേശം 2,70,00,000 വോട്ടർമാരാണ് പുതിയ SIR പ്രകാരം വന്നിരിക്കുന്നത്. ഈ 2,70,00,000 വോട്ടർമാർ വരുന്നത് ഏകദേശം കേരളത്തിൽ ഒരു 75-80 ലക്ഷം വീടുകളിലായിട്ട് വരുന്ന വോട്ടർമാരാണ്. അതായത് ഒരു വീട്ടിൽ തന്നെ 2-3 വോട്ടർമാരാണല്ലോ. അപ്പോൾ ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ വീടുകളിലേക്ക് ഈ മെസ്സേജുകൾ ചെന്നു കഴിഞ്ഞു. ആ മെസ്സേജ് അങ്ങനെ പേഴ്സണലായിട്ട് എടുത്ത് യൂസ് ചെയ്യാൻ ആ വ്യക്തിക്ക് എന്താണ് അധികാരം അല്ലെങ്കിൽ അവകാശം ഇരിക്കുന്നത്? ഇപ്പോൾ എനിക്ക് ഈ കേരളത്തിലുള്ള പലരുടെ കാര്യങ്ങളിലേക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് കടന്നു ചെല്ലാൻ പറ്റുമോ? ആ ഒരു അവകാശം മാത്രമല്ല ഇവിടുത്തെ മുഖ്യമന്ത്രിക്കുള്ളൂ. മുഖ്യമന്ത്രിക്ക് എന്താണ് വേറെ ഒരു അധികാരം ഇരിക്കുന്നത്? വേറൊരു അധികാരം ഇല്ല. അത് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന് അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ ഒരു സർക്കാർ എന്ന നിലയിൽ. അത് എന്താവശ്യത്തിന് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു, ആ ആവശ്യത്തിന് മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതൊന്നുമില്ലാതെ ഒരു തരം അധികാര ധാർഷ്ട്യം, ഏകാധിപത്യം, അതല്ലേ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഒരു തരം ഭരണകൂട ഭീകരത. അതായത് എന്താ പറയുക, നമ്മുടെ വടക്കൻ കൊറിയൻ പ്രസിഡന്റ് കിം ജോങ്ങിൻ്റെ അതേ ഒരു നിലപാട് അല്ലേ, അതല്ലേ ഇപ്പോൾ ചെയ്യുന്നത്. ഇവിടെ സുപ്രീം കോടതിയുടെ 9 അംഗ ബെഞ്ച് വളരെ ക്ലിയറായിട്ട് നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ റൈറ്റ് ടു പ്രൈവസി എന്നുള്ളത്.
അത് ഒരു കാരണവശാലും വയലേഷൻ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാനായിട്ട് ഒരു സർക്കാരുകൾക്ക് അതിനുള്ള അധികാരമില്ല. ഇല്ലാത്ത അധികാരം ദുർവിനിയോഗം ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരള ജനതയോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്. ഈ തെറ്റ് പൊതുസമൂഹം ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം ഇതിനെതിരെ അതിശക്തമായ ജനരോഷം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ ഒരു ഭരണകൂട തലവന്മാർക്കും നമ്മൾ അടിയറ വെച്ചിട്ടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.